കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ കേരള ഹൌസിൽ നിന്ന് ജന്തർ മന്ദറിലേക്കാണ് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ എന്നിവരൊക്കെ അണിനിരക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സംസ്ഥാനത്തിന്റെ മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും, ഏതാണ്ട് എല്ലാ മന്ത്രിസഭാ അംഗങ്ങളും ജനപ്രതിനിധികളും ഡൽഹിയിലുണ്ട്. സംസ്ഥാനത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. DMK, RJD, നാഷണൽ കോൺഫറൻസ്, JMM, NCP, ആം ആദ്മി പാർട്ടി എന്നീ കക്ഷികളുടെ പ്രതിനിധികളും നേതാക്കളും അടക്കം പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. നമുക്ക് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിനെ ദൃശ്യങ്ങളിൽ കാണാം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വലിയ പ്രതിഷേധമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് ആസ്ഥാനത്ത്, രാജ്യതലസ്ഥാനത്തേക്ക് കേരളം മുഴുവൻ എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ തോതിൽ കേരളത്തിനെ അവഗണിക്കുന്നു കേന്ദ്രം. പലതരത്തിൽ സാമ്പത്തികമായ അടക്കമുള്ള അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കർണാടകയുടെ പ്രതിഷേധം ജന്തർ മന്ദറിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കേരളവും പ്രതിഷേധത്തിലുള്ളത്. തമിഴ്നാടും പ്രതിഷേധം നടത്തുന്ന പശ്ചാത്തലം ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം നേരിട്ട്, മന്ത്രിമാരടക്കം നേരിട്ട് ഡൽഹിയിലെത്തിയാണ് ഇത്തരം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തള്ളല് MLA-മാർ വീണു. പ്രതിപക്ഷം, കോൺഗ്രസ് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നില്ല, സഹകരിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെതായ ന്യായീകരണങ്ങൾ കൂടിയുണ്ട്. കേരളത്തിന്റെ കെടുകാര്യസ്ഥത കൂടി ചർച്ചയാക്കണമെന്നുള്ള ആവശ്യമാണ്. സാമ്പത്തിക രംഗത്തടക്കം, ദുർച്ചെലവുകളടക്കം, പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കേരളം നടത്തിയ നിരവധിയായ കെടുകാര്യസ്ഥതകൾ കൂടി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രധാന വിവരമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കേരള ഭരണപക്ഷത്തെ പ്രതിനിധികളെയാണ്. ഒപ്പം CPM നേതാക്കളെയും ദൃശ്യങ്ങളിൽ കാണാം. വലിയ സമര പരമ്പരകൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. സാമ്പത്തിക രംഗത്തെ അവഗണനയടക്കം ചർച്ചയാകുന്ന സാഹചര്യം കൂടി എന്നോട് ചേർത്ത് വായിക്കണം. KP അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇത് നമുക്ക് ഈ മുഖ്യമന്ത്രി അടക്കം ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. കോൺഗ്രസിനെ ക്ഷണിച്ചവരെല്ലാം ഈ പങ്കെടുക്കണം, കാരണം ഇത് യോജിപ്പോടെ നിന്നാൽ കേന്ദ്രത്തെ BJP നേരിടാമെന്നുള്ളത്. പക്ഷേ അതിനെ പാടെ അവഗണിക്കുന്നു. ഇന്നും സതീശൻ പറഞ്ഞു വെക്കുന്നത് ചർച്ചയാക്കേണ്ടത് കൂടുതലും കേരളത്തിന്റെ കെടുകാര്യസ്ഥത അടക്കമാണ്. ഈ ശൈത്യകാലത്ത് സമരത്തിന് തുടക്കം കൊടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ സമര ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഒരേടായിട്ട് ഈ സമരം മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ നിരവധി പ്രമുഖ വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി CPM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എളമരം കരീമിനെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു.